തൃശൂരിലെ ATM കവർച്ചയുടെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രതികളിൽ 2 പേർ കവർച്ചയ്ക്കായി കേരളത്തിലെത്തിയത് വിമാനമാർഗമായിരുന്നു. 3 പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലുമാണ് കേരളത്തിലെത്തിയത്. സംഘത്തിലെ ഒരാളായ മുബാറക്കിന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ലെന്നും പോലീസുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ട്രക്ക് ഉടമ സുമാനുദ്ദീൻ ആണെന്നും തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിടിയിലായത് ഗ്യാസ് കട്ടർ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ മോഷ്ടാക്കളാണ്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു സംഘം സഞ്ചരിച്ചിരുന്നത്. പണം നിറച്ചു വെച്ചിരിക്കുന്ന പ്രമുഖ ബാങ്കിന്റെ ATM ലക്ഷ്യം വെച്ചായിരുന്നു കവർച്ചാ സംഘം നീങ്ങിയിരുന്നത്. നേരത്തെ ഹരിയാന, മേവാർ തുടങ്ങിയ ഇടങ്ങളിൽ കവർച്ച നടത്തിയതും ഈ സംഘമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മോഷണത്തിനായി പ്രത്യേക രീതിയായിരുന്നു സംഘം സ്വീകരിച്ചിരുന്നത്. 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഹരിയാനയിലെ പൽവാൽ ജില്ലക്കാരായ ഇർഫാൻ, സഫീർ ഖാൻ, സഖ്വീൻ, മുബാറക് എന്നിവരും നൂഹ് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അക്രം, അസീർ അലി, സുമാനുദ്ദീൻ എന്നിവരാണ് സംഘാംഗങ്ങൾ. ഇതിൽ സുമാനുദ്ദീൻ കൊല്ലപ്പെട്ടു. അസീർ അലി പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ATM കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് അക്രമാണെന്ന് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്തി. ഏത് ATM കവർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത് അക്രമായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി. ഇവർ ഇന്നലെയാണ് തൃശൂരിലെത്തിയത്. പ്രത്യേക ബാങ്കിന്റെ ATMകളെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഇവർ മോഷണം നടത്തിയിരുന്നത് എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമായത്.